റഷ്യയിൽ സുനാമി ഉണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. അത് എല്ലാവരും വളരെ ഞെട്ടലോടുകൂടി തന്നെയാണ് കാണുന്നത്. US-ലേക്കൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് കൂടി പറയുന്നു. റഷ്യയുടെ ഒരു കിഴക്കൻ മേഖലയിൽ കംചത്ക പെനിൻസുല എന്ന് പറയുന്ന പ്രദേശത്താണ് ഭൂകമ്പമുണ്ടായത്. ഈ ഭൂകമ്പം ഉണ്ടായതിനെ തുടർന്നാണ് സുനാമി ഉണ്ടാകുന്നത്. എന്താണ് അതിന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണം? അതായത് 8.7 തീവ്രതയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണഗതിയിൽ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ഉണ്ടാകുന്ന ഭൂചലനമാണ് സുനാമിക്ക് കാരണമാകുന്നത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പസഫിക് ഓഷൻ്റെ ചില മേഖലകൾ ദുർബലമാണ് എന്നാണ് പറയപ്പെടുന്നത്. ആ ദുർബലമായ മേഖലകളിൽ ഉണ്ടാകുന്ന ഭൂചലനങ്ങൾ, ആ ഭൂചലനങ്ങൾ ഉണ്ടാകാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേഖലയിലെ ശിലാഫലകങ്ങളിൽ, ഈ പറയുന്ന ഭൗമ ഫലകങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഇൻബാലൻസ് ഉണ്ടാകുന്നുണ്ട്. ആ ഇൻബാലൻസിൻ്റെ കാരണത്താലാണ് ഈ പറയുന്ന വലിയ തോതിലുള്ള ഭൂചലനങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അതിന് ആ മേഖല പൊതുവെ ദുർബലമാണ്. നമുക്കറിയാമല്ലോ ഹിമാലയൻ റീജിയൻ എങ്ങനെയാണ് ദുർബലമായിരിക്കുന്നത്, അതുപോലെയാണ് ഈ പറയുന്ന പസഫിക് ഓഷനിലെ മേഖലകളൊക്കെ തന്നെ ദുർബലമായിരിക്കുന്നത്. അങ്ങനെ ദുർബലമായതുകൊണ്ടാണ് ഈ പറയുന്ന സുനാമികൾ ആവർത്തിച്ച് ഈ മേഖലയിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. പസഫിക് ഓഷൻ ഇതിൻ്റെ പേര് കേട്ട ഒരു സ്ഥലമാണ് ഈ പറയുന്ന സുനാമി. നമുക്ക് ഇന്ത്യൻ ഓഷനിൽ അപൂർവമായിട്ടേ ഉണ്ടാകാറുള്ളൂ. തോത് പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന ഇന്ത്യൻ ഓഷനേക്കാൾ വളരെയധികം കൂടുതലാണ് പസഫിക് ഓഷൻ ശാന്തസമുദ്രത്തിൽ ഈ പറയുന്ന സുനാമിയുടെ തോത് എന്ന് പറയുന്നത്. 1883 ക്രക്കോട്ടോ എന്ന് പറയുന്ന ദ്വീപിലാണ് ഒരു വലിയ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായി. അഗ്നിപർവ്വത സ്ഫോടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ശബ്ദം ഏതാണ്ട് 4500 കിലോമീറ്റർ വരെ എത്തി എന്നുള്ളതാണ്. അതിൻ്റെ ശബ്ദം അവിടെ വരെ കേൾക്കാമായിരുന്നു. 4500 കിലോമീറ്റർ വരെ ദൂരത്തിൽ അതിൻ്റെ ശബ്ദം മുഴങ്ങിയെന്നാണ്. 30,000 പേരാണ് മരിച്ചത്. വലിയ സുനാമി ആയിരുന്നു ആ സമയത്തുണ്ടായത്. ഈ പറയുന്ന ഈ ഈ പറയുന്ന അഗ്നിപർവ്വത സ്ഫോടനത്തിന് പിന്നാലെ ഉണ്ടായ വലിയ സുനാമി ആയിരുന്നു. കിലോമീറ്ററുകളോളം ഈ സുനാമിയുടെ തിരകൾ ആഞ്ഞടിച്ചു. 30,000 പേർ മരിച്ചു. അപ്പോൾ വലിയ മരണസംഖ്യയാണ്. 1883 ഈ ക്രക്കോട്ടോ ദ്വീപിൽ ഈ ദുരന്തം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇത്തരം ഈ പറയുന്ന അഗ്നിപർവ്വത സ്ഫോടനം, ഭൂചലനം ഉണ്ടാകുന്നു, ഭൗമപാളികളിലുണ്ടാകുന്ന ചലനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഭൂകമ്പം. ഇത് 2 രീതിയിലുണ്ടാകാം എന്നാണ് പറയുന്നത്. ഒന്ന്, പുറത്തേക്ക് ഭൂമിയുടെ ഈ പറയുന്ന സമുദ്രത്തിൻ്റെ അടിത്തട്ട് ഇളകി പൊങ്ങുമ്പോൾ ഈ സുനാമി ഉണ്ടാകാം, ഭൂചലനത്തിൻ്റെ ഭാഗം. രണ്ടാമത്, ശിലാഫലകങ്ങൾ തമ്മിൽ, ഈ പറയുന്ന അടിയിലുള്ള ഭൂഫലകങ്ങൾ തമ്മിൽ അകലുമ്പോൾ അതിനിടയിലേക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടാകും. അതിലേക്ക് സമുദ്രത്തിൽ ജലം താഴും. അവിടെ ഒരു വാക്വം ഉണ്ടാവില്ല. അത് ഫില്ല് ചെയ്യാനായിട്ട് ജലം താഴുമ്പോൾ താഴ്ന്നിട്ട് തിരിച്ച് ഉയരുമല്ലോ. ഉയരുമ്പോഴത്തേക്കുമാണ് സുനാമി തിരകൾ വലിയ രീതിയിൽ അടിച്ചു കയറുന്നത്. നമുക്കറിയാം, ആദ്യം സമുദ്രം ഇറങ്ങിപ്പോകുന്നതായിട്ട് പലപ്പോഴും കാണാറുണ്ട്. അങ്ങനെ ഉണ്ടാകുന്നത് ഈ പറയുന്ന ഇന്ത്യയിൽ അങ്ങനെയാണ് ഉണ്ടായത്. പക്ഷേ ഈ പറയുന്ന ഈ 2 കാരണങ്ങളുമല്ല, അത് ഉൽക്കാപതനം കൊണ്ടും സുനാമി ഉണ്ടാകാമെന്നാണ് US നാഷണൽ ഓഷൻ ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ പറയുന്നത്. അതായത് വലിയ ഉൽക്കകൾ, വലിയ സൈസുള്ള ഒരു ലാർജ് സൈസുള്ള ഉൽക്ക വന്ന് സമുദ്രത്തിൽ വീഴുകയാണെങ്കിലും ഇതേപോലത്തെ കാര്യങ്ങൾ, ഈ സുനാമി പോലുള്ള അപകടങ്ങൾ ഉണ്ടാകാമെന്ന് പറയുന്നു. നമുക്കറിയാമല്ലോ, സുനാമി എന്ന് പറയുന്നത് തുറമുഖ തിരമാല എന്ന് വിളിക്കപ്പെടുന്ന ഹാർബർ വേവ്സ് എന്ന അർത്ഥം വരുന്ന ജാപ്പനീസ് വേർഡാണ്. അപ്പോൾ സുനാമി ഒക്കെ ഈ പറയുന്ന അതിനെ ഹൈ ടൈഡുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തുന്നത്. പക്ഷേ ഹൈ ടൈഡുമായിട്ട് ഈ പറയുന്ന ഉയർന്ന തിരമാലകൾ, കടക്ഷോഭമൊക്കെ ഉണ്ടാകുന്ന തിരമാലകളുമായിട്ടൊന്നും ഇതിനെ സാമ്യപ്പെടുത്താൻ കഴിയില്ല. അത്രയേറെ ഇതിൻ്റെ പ്രഹരശേഷി ഉണ്ട് എന്നുള്ളതാണ്. ഈ കടൽ തിരിച്ചിറങ്ങുമ്പോൾ ഇതിനെ പറ്റിയിട്ട് ഏറ്റവും പഴയ ലിഖിതങ്ങളിലൊന്ന് പറയുന്ന AD 365 ഒരു എഴുത്താണ് ഇതിനെപ്പറ്റി പറയുന്നത്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മിയാനസ് മർസലീനസ് എന്ന് പറയുന്ന റോമൻ എഴുത്തുകാരൻ ഇതിനെ പറ്റിയിട്ട്, ഈ സുനാമിയെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന സുനാമി തിരകളൊക്കെ വരുന്നതിനെ പറ്റിയിട്ട്, വലിയ തിരമാലകൾ വന്ന് ഭൂമിയിലേക്ക് അടിച്ചു കയറുന്നതിനെ പറ്റിയിട്ടും, തിരിച്ച് ഈ കടൽ വെള്ളം ഇറങ്ങിപ്പോകുമ്പോൾ സീ ക്രീച്ചറുകൾ, അതായത് കടൽ ജീവികളൊക്കെ തന്നെ ഈ തീരമേഖലയിൽ ഉണ്ടായിരിക്കുന്നതിനെ പറ്റിയിട്ടും അതിനെ കാണപ്പെടുന്നതിനെ പറ്റിയിട്ടുമൊക്കെ ഈ പറയുന്ന റോമൻ എഴുത്തുകാരൻ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് AD 365 പസഫിക് സമുദ്രത്തിൽ ആണ് ഈ സുനാമികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഭവ കേന്ദ്രം എന്ന് പറയാം. നമ്മുടെ ഇന്ത്യൻ ഓഷനിലുണ്ടായത് 2004 നമുക്കറിയാമല്ലോ. നമ്മുടെ ഇവിടേക്ക് അന്ന് ഏതാണ്ട് 9.1 മാഗ്നിറ്റ്യൂഡിലായിരുന്നു ഇതിൻ്റെ തീവ്രത എന്ന് പറയുന്നത്. സുമാത്രയിലായിരുന്നു, സുമാത്ര ഐലൻഡിലോ ഇന്തോനേഷ്യയിലെ സുമാത്ര ഐലൻഡിലായിരുന്നു ഉണ്ടായത്. ഹിരോഷിമയിൽ ഇട്ട ആറ്റം ബോംബിനേക്കാൾ 23,000 മടങ്ങ് ശേഷി ഉണ്ടായിരുന്നു, അത്രയും കരുത്തുണ്ടായിരുന്നു ഈ പറയുന്ന ഭൂചലനത്തിന് എന്നാണ് പറയപ്പെടുന്നത്. അത്രയേറെ കരുത്തുള്ള സുനാമിയാണ് അന്നുണ്ടായത്. US ജിയോളജിക്കൽ സർവേ ആണ് ഈ കണക്ക് പറയുന്നത്. 2,20,000 പേർ
11 രാജ്യങ്ങളിലായിട്ടാണ് അന്ന് മരിച്ചത്. അപ്പോൾ ഇങ്ങനെ ഇത്രയേറെ അപകടകരമായ വലിയ പ്രഹരശേഷിയുള്ള തിരമാലകളാണ് സുനാമി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പറയുന്ന അമേരിക്ക അടക്കമുള്ള മേഖലകളിൽ സുനാമി ഉണ്ടാകുമെന്നും വലിയ നഗരങ്ങളെ തന്നെ ഇത് ബാധിക്കാമെന്നും ഒക്കെയുള്ള ആശങ്കകളുണ്ടായിരുന്നു. നേരത്തെ തന്നെ ഇതിനെ പറ്റിയിട്ടുള്ള നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ എങ്ങനെ ആയിരിക്കാം ഇത് സംഭവിക്കുക എന്നുള്ളതിനെ പറ്റി വലിയ ആശങ്ക ഉണ്ടായിരുന്നു. സുനാമി അമേരിക്കയുടെ പ്രധാനപ്പെട്ട നഗരങ്ങളെയൊക്കെ വിഴുങ്ങുമോ എന്നുള്ള ഭയവും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനെങ്ങനെ നേരിടും, അമേരിക്ക എങ്ങനെ ഇതിനെ നേരിടും, സർവ്വവും നേരിടുന്ന അമേരിക്ക, എന്തിനെ തകർക്കാൻ കഴിയുന്ന അമേരിക്ക ഈ സുനാമി എങ്ങനെ നേരിടും എന്നുള്ള ആശങ്കയും ആ സമയത്ത് ഉണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ നമുക്കപ്പോൾ സ്വാഭാവികമായിട്ടും തോന്നും ഇന്ത്യയിലേക്ക് ഇതിൻ്റെ ഒരു സാധ്യത ഒരിക്കൽ വന്നതിൻ്റെ വേദന നമുക്ക് ഇതുവരെയും മാറിയിട്ടില്ല. അപ്പോൾ ഇന്ത്യക്കോ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയ്ക്കോ സുനാമി ഭീഷണി ഇല്ല എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ സെൻറ്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് ആണ് ഈ ഒരു സ്ഥിരീകരണം തന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്ക് അത്ര ഭയപ്പെടേണ്ടതില്ല എന്നുള്ള കാര്യം കൂടിയാണ്. അതെ, അത്തരത്തിലുള്ള കാര്യമാണ്. അപ്പോൾ ഈ പറയുന്ന കംചത്കയുടെ കിഴക്കൻ തീരത്ത് ഉണ്ടായിരിക്കുന്ന ഭൂകമ്പത്തിന് നമ്മളെ ഭയപ്പെടുത്തേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നമുക്ക് പണ്ടുണ്ടായത് വലിയൊരു രീതിയിൽ നമ്മളെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അതിൻ്റെ ഒന്നും പല പുനരധിവാസങ്ങളും കാര്യങ്ങളും ഒന്നും നടക്കാത്തൊരവസ്ഥ കൂടി നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇന്ന് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ വാർഷികമാണ്. അപ്പോൾ അങ്ങനെ ഒരു ദുരന്തം കൂടിയുള്ള സമയമാണ്. അപ്പോൾ കാലിഫോർണിയ ഗവർണർ ന്യൂസം പ്രാദേശിക സുനാമി മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കാനായിട്ട് അവിടുത്തെ താമസക്കാരോടൊക്കെ അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. റഷ്യയുടെ തീരത്തുണ്ടായിട്ടുള്ള വൻ ഭൂകമ്പത്തെ തുടർന്ന് പുറപ്പെടുവിച്ചിട്ടുള്ള സുനാമി മുന്നറിയിപ്പിനെ കുറിച്ച് കാലിഫോർണിയ ഗവർണറായിട്ടുള്ള ഗാവിൻ ന്യൂസൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇപ്പം നമുക്ക് അവിടെ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് പറയുമ്പോഴും ഏതൊരു ഭാഗത്തും ഇന്ത്യക്കാരൻ ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു അപകടത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയാനുള്ള ഒരു ആശങ്ക കൂടിയുണ്ട്. അങ്ങനെ അറിയുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യം കൂടി, ആശങ്കകൾ കൂടി ഉയർന്നു വരുന്നുണ്ട്. പലരും പല സ്ഥലങ്ങളിലേക്കൊക്കെ വിളിച്ച് ചോദിക്കുന്നു എന്നുള്ള കാര്യങ്ങളുമൊക്കെ വരുന്നുണ്ട്. അമേരിക്കയിൽ ഇന്ത്യക്കാർക്ക് ജാഗ്രത ഉണ്ടല്ലേ, അത്തരത്തിലുള്ളതാണ്. അപ്പോൾ ഈ ഭൂകമ്പം വളരെ ശക്തം. ആദ്യം 8.0 തീവ്രത രേഖപ്പെടുത്തിയത്, പിന്നീടാണ് അത് 8.7 ആയിട്ട് ഉയർത്തുന്നത്. അർദ്ധരാത്രി ഏകദേശം ആകുമ്പോഴേക്കും 19 കിലോമീറ്റർ ആഴത്തിലേക്ക് ഇത് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ഇതൊരു ആഴം കുറഞ്ഞ ഭൂകമ്പമായിരുന്നു എന്ന് പറയുമ്പോഴും പക്ഷെ അതിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഭൂകമ്പം ഉണ്ടായിരിക്കുന്നതിൻ്റെ ആഴം കുറവാണ്. പക്ഷെ ആ കുറഞ്ഞ ആഴത്തിൽ തന്നെ ഇത്രയും വലിയൊരു വ്യാപ്തി ദുരന്തം ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. 70 കിലോമീറ്റർ താഴെ ആഴം കുറഞ്ഞ ഭൂകമ്പങ്ങൾ ശക്തമായ ഭൂകമ്പത്തിന് കാരണമാവുകയും സുനാമികൾക്ക് കാരണമാവുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. കംചത്കയിലെ നാശനഷ്ടത്തെക്കുറിച്ച് ഇതുവരെ വിശദമായിട്ടുള്ള അപ്ഡേറ്റുകളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. പല രാജ്യങ്ങളിലെയും അധികാരികളൊക്കെ സൂക്ഷ്മമായിട്ട് ഇതേക്കുറിച്ച് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ടോക്കിയോ സർവകലാശാലയിലെ ഭൂകമ്പ ശാസ്ത്രജ്ഞനായിട്ടുള്ള ഷിനിച്ചി സക്കായ് ജാപ്പനീസ് പ്രക്ഷേപകനായിട്ടുള്ള ഒരു പ്രക്ഷേപകനോട് പറഞ്ഞിരിക്കുന്നത് വളരെ ദൂരെയുള്ള ആഴം കുറഞ്ഞ ഭൂകമ്പങ്ങൾ ഇപ്പോഴും ജപ്പാനിൽ എത്തുന്ന സുനാമിക്ക് കാരണമാകുമെന്ന് കൂടി പറയുകയും ചെയ്യുന്നു. അപ്പോൾ ജപ്പാൻകാർ അതിനെ ഭയപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഈ ജപ്പാനിലെ പ്രധാനപ്പെട്ട ദ്വീപുകളുടെ വടക്കേ അറ്റത്തുള്ള ഹൊക്കഡയിൽ നിന്ന് ഏകദേശം 250 കിലോമീറ്റർ അകലെയാണ് ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ ഭൂകമ്പം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. ഇതൊക്കെ എപ്പോഴാണ്, എവിടെയാണ്, നമുക്ക് എത്രയൊക്കെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്താലും നമ്മുടെ പ്രഡിക്ഷനും ഒക്കെ അപ്പുറം പോകുന്നതാണ് ഈ പറയുന്ന ദുരന്തങ്ങൾ എന്ന് പറയുന്നത്. മാൻമെയ്ഡ് അല്ലല്ലോ, ഇത് സ്വാഭാവികമായിട്ട് ഉണ്ടായി വരുന്നതായതുകൊണ്ട് കരുതലോടെ ഇരിക്കാൻ മാത്രമേ കഴിയൂ.